അസ്സലാമു അലൈക്കും. ഉമ്മ, കുഞ്ഞിന് 110 ഡിഗ്രി പനിയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇഞ്ചക്ഷൻ എടുത്തു. ഛർദ്ദിച്ച ആവശ്യമായതുകൊണ്ട് ട്രിപ്പിട്ട് ഇവിടെ കെടുത്തിയിരിക്കുകയാണ്. ആനിമയോട് പറയുമ്പോൾ സുറുമിയുടെ സ്വരം കരച്ചിൽ പോലെ നീർത്തു. ഫോൺ എടുക്കാൻ മറന്ന സുറുമി ആദിലിൻ്റെ ഫോൺ വാങ്ങിയാണ് ആനുമാക്ക് വിളിച്ചത്. ഇത് ആര് നമ്പറാടി? അവൾ പറഞ്ഞതിനൊന്നും ചെവി കൊടുക്കാതെ ആരുടെ ഫോൺ വാങ്ങിയാണ് അവൾ വിളിച്ചതെന്ന് അറിയാനായിരുന്നു അവർക്ക് തിടുക്കം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വെപ്രാളത്തിൽ ഫോൺ എടുക്കാൻ മറന്നുപോയി ഉമ്മ. ഇത് ആ ഓട്ടോക്കാരൻ്റെ ഫോൺ വാങ്ങി വിളിച്ചതാണ്. തൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്ന ആദിലിനെ പതിർച്ചയോടെന്ന് നോക്കിക്കൊണ്ടാണ് സുറുമി പറഞ്ഞത്. അത് ശരി. കണ്ടവന്മാരെയൊക്കെ ഫോൺ വാങ്ങി വിളിക്കാനുള്ള അടുപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തോ ഈ കുറഞ്ഞ നേരം കൊണ്ട്? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മുന്നും പിന്നും വിളക്കി ആണുങ്ങളെ മയക്കിയെടുക്കാൻ നീ പണ്ടേ മിടിക്കുകയാണല്ലോ. അങ്ങനെയല്ലേ നീ എൻ്റെ മോനെയും മയക്കിയെടുക്കത്? ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ കേട്ട് സുറുമി വിളറി വെളുത്തുപോയി. കാരണം കുഞ്ഞിനെ നോക്കി തൻ്റെ അടുത്ത് നിന്ന ആദിൽ ആനുമ്മ പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അവൾക്ക് അവൻ്റെ മുൻപിൽ നിൽക്കാൻ പോലും വല്ലായ്മ തോന്നി. ഒന്നും പറയാൻ കഴിയാതെ നാവ് വിലങ്ങി നിൽക്കുന്ന പെണ്ണിൻ്റെ കയ്യിൽ നിന്നും ആദിൽ ഫോൺ പിടിച്ചു വാങ്ങി. ആനുമ്മാത്ത, ഇത് ഞാനാണ്, കാവുമ്പുറത്തെ ബാദുഖാൻ്റെ മോൻ ആദിൽ. വീട്ടിലേക്ക് വിളിക്കാൻ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് സുറുമിയോട് എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോളാൻ. ആദിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഹോ, നീയായിരുന്നോ? ആ സ്ത്രീ മടുപ്പോടെ പറഞ്ഞിട്ട് ഫോൺ വെച്ച് കളഞ്ഞു. ആദിൽ ഫോണിലേക്കും സുറുമിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. അവൻ ആ പെണ്ണിനോട് സഹതാപം തോന്നി. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ ട്രിപ്പ് തീർന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് വന്നോളാം. അത് പറയുമ്പോൾ സുറുമി ആദിലിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. അവൻ തൻ്റെ കൂടെ നിന്നാൽ തൻ്റെ കയ്യിലുള്ള കാശ് അവന് വെയിറ്റിംഗ് ചാർജ് കൂടെ കൊടുക്കാൻ തികയാതെ വരുമെന്നോർത്തവൾ. എനിക്കിവിടെ അടുത്തേ ഒരാളെ പോയി കാണാനുണ്ട്. അവിടെ പോയി വരുന്ന വഴി ഞാൻ തന്നെ വന്ന് എടുത്തോളാം. ആദിൽ അതും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് നോക്കി സുറുമി നിന്നു. അവൻ പോകാൻ കാത്തു നിന്നതുപോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പെയ്തു. പുതിയ ജോലിസ്ഥലത്തെത്തിയ സന്തോഷത്തിൽ മാഹിർ അന്ന് സുറുമിയുടെ ഫോണിലേക്ക് വിളിച്ചു. മറുപുറത്ത് കോൾ കണക്റ്റാവും വരെ മാഹിർ നെഞ്ചിടിപ്പോടെ കാത്തു നിന്നു. അവളുടെ സ്വരമൊന്ന് കേൾക്കാൻ വേണ്ടിയാണിപ്പോൾ തൻ്റെ ഹൃദയം തുടിക്കുന്നത്. അവളോട് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ചെങ്കിലും പറയുമെന്നവൻ മനസ്സിൽ വിരച്ചിരുന്നു. കൂടെ ആ സുൽത്താനയുടെ കഥയും. സുറുമിയുടെ ഫോൺ ശബ്ദിച്ചതും കുട്ടികളാരും ഓടി വന്ന് ഫോണെടുത്ത് ആനുമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. സുറുമി മോളെ, നീ എവിടെ? ഞാൻ ഒരുപാട് നേരമായി വിളിക്കുന്നു. എന്തേ ഫോൺ എടുക്കാൻ വൈകുന്നത്? മാഹിറിൻ്റെ സ്നേഹം തുളുമ്പുന്ന സ്വരം ആനുമ്മയുടെ മുഖം കടുപ്പിച്ചു. അവര് നിമിഷത്തേക്ക് ഒന്നും മിണ്ടിയില്ല. സുറുമി, എന്താ പെണ്ണെ നീ മിണ്ടാത്തത്? അവൻ്റെ ഒരു കുറുമി. ആനുമ്മയുടെ ചുണ്ടുകൾ പിറുപിറുത്തു. ഇത് സുറുമിയല്ലടാ, എൻ്റെ ഉമ്മയാണ്. ആനുമ്മയുടെ അമർഷം നിറഞ്ഞ ശബ്ദം കേട്ടതും മാഹിറിൻ്റെ ചുണ്ടുകളൊന്ന് വിടർന്നിരുന്നു. ആ, ഉമ്മയായിരുന്നോ? അസ്സലാമു അലൈക്കും ഉമ്മ. ഓ, ആനുമ്മ നീരസത്തോടെ ഒന്ന് ചുണ്ടുകൂട്ടി. സുറുമി എവിടെ ഉമ്മ? മാഹിർ തിരക്കി. ഓളെ കുഞ്ഞിനെയും കൊണ്ട് രാവിലെ തന്നെ ഊരി ചുറ്റാൻ പോയി. അലസമായി അവർ മറുപടി പറഞ്ഞതും മാഹിർ നമ്പരുന്നു. ഊരി ചുറ്റാനോ? ഉമ്മ എന്തൊക്കെയായി പറയണേ? മാഹിർ വിശ്വാസം വരാത്തതുപോലെ ചോദിച്ചു. കാരണം അവനറിയുന്ന അവൻ്റെ സുറുമി അവനോട് പറയാതെ അവൻ്റെ സമ്മതം ചോദിക്കാതെ ആ വീടിന് പടി ഇറങ്ങാറേയില്ല. ഇതിനൊന്നും എന്നോട് ചോദിച്ച് സമ്മതം വാങ്ങിക്കേണ്ട ആവശ്യമില്ല പെണ്ണെ എന്ന് പറഞ്ഞാലും ഇക്കയുടെ സമ്മതമില്ലാതെ ഞാൻ എങ്ങും പോവില്ല എന്ന് പറഞ്ഞ് ചിണുങ്ങുന്ന സുറുമിയെ ഓർത്തുപോയി മാഹിർ. എന്തേ, ഞാൻ പറഞ്ഞത് എനിക്ക് വിശ്വാസക്കുറവുണ്ടോ? കുഞ്ഞിനെ ചെറിയൊരു ജലദോഷപ്പനി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാനൊരു ചുക്കുകാപ്പിട്ട് തരാമെന്ന് ആകുന്നെന്നും പറഞ്ഞു നോക്കി. അതെങ്ങനെ? കുഞ്ഞിനെ ആശുപത്രിക്ക് കൊണ്ടുപോകൽ മാത്രമല്ലല്ലോ ഓളെ ഉദ്ദേശം. അതിന് മാത്രമുള്ള പനിയൊന്നും കുഞ്ഞിനില്ല. ഓൾക്കേ കണ്ടവന്മാരെ കൂടെയൊക്കെ കറങ്ങി നടക്കാനുള്ള ഓരോരോ അടവാണ്, അല്ലാതെന്താ? ഉമ്മ എന്താ ഇങ്ങനെ? അവളെക്കുറിച്ച് വേണ്ടാത്തതൊന്നും പറയരുത്. ഞാനിത് പലവട്ടം പറഞ്ഞതാ. സുറുമിയെക്കുറിച്ച് അവർ പറയുന്നത് കേട്ടു നിൽക്കാൻ കഴിയാതെ മാഹിർ അമർഷത്തോടെ മുഷ്ടി ചുരുട്ടി. ഉമ്മയായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ നല്ലത് പറഞ്ഞേനെ. നീ അവൾ പുണ്ണാളത്തിയാണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്നോടാ. ആനുമ്മയുടെ സ്വരത്തിൽ വീണ്ടും പരിഹാസം കലർന്നു. പെറ്റുമ്മയെ വിശ്വാസമില്ലെങ്കിലേ വേണ്ട. നാട്ടുകാർ പറയുമ്പോൾ നീ താനെ വിശ്വസിച്ചോളും. ഈ വീട്ടിൽ നിൻ്റെ 2 ജ്യേഷ്ഠന്മാർ ഉണ്ടായിരുന്നു. സക്കീർ അവളോട് പറഞ്ഞതാ ഹോസ്പിറ്റലിൽ പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ അവൻ്റെ കാറിൽ കൊണ്ടുപോകാമെന്ന്. അവൾ കേൾക്കണ്ടേ? അവൾക്ക് വേണ്ടപ്പെട്ടത് വിളിച്ച് എല്ലാവരെയും ധിക്കരിച്ച് അവൾ ആ ചെറുക്കൻ്റെ കൂടെ അങ്ങ് പോയി. ആ കാവുമ്പുറത്തെ ബാദുവിൻ്റെ മോനില്ലേ, അവൻ്റെ കൂടെയാ എൻ്റെ ഓളിപ്പോൾ. അവർ പറയുന്നത് മുഴുവൻ കേൾക്കാൻ കഴിയാതെ മാഹിർ
കോൾ കട്ട് കളഞ്ഞു. അവൻ്റെ മനസ്സിലേക്ക് ചെറിയൊരു കരട് ഇട്ടുകൊടുത്തതിൻ്റെ ആത്മസംതൃപ്തിയോടെ ആനുമ്മ സോഫയിൽ ഞെളിഞ്ഞിരുന്നു. സുറുമി, നീ എന്നെ മറക്കുവോടെ പെണ്ണേ? അവൻ്റെ കണ്ണുകൾ ഇറുക്കെ അടച്ചു. അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. ഇല്ല, എൻ്റെ സുറുമിക്ക് എന്നെ മറക്കാൻ കഴിയില്ല. അവൾ എൻ്റെ പെണ്ണ, എൻ്റെ പാതിയായ പെണ്ണ്. ഹൃദയം കലഹിച്ചു. എന്നാൽ തളർന്നുറങ്ങുന്ന കുഞ്ഞിൻ്റെ തലമുടിയിലൂടെ പതിയെ തലയോടി തൻ്റെ പ്രേനയോർത്തിരുന്ന് ഉള്ളിൽ തേങ്ങുകയാണ്. അവൻ്റെ പെണ്ണെന്ന് അവൻ അറിയാതെ പോയി. സുറുമി. മാഹിറിൻ്റെ ചിന്തയിൽ മുഴുകിയിരുന്നവളെ ഞെട്ടിച്ചത് സക്കീറിൻ്റെ ശബ്ദമാണ്. അയാൾ ചിരിച്ചുകൊണ്ട് തൻ്റെ തൊട്ടുമുൻപിൽ നിൽക്കുന്നത് കണ്ടതും സുറുമി ഇരിക്കുന്നിടത്തു നിന്നും പിഴഞ്ഞു എഴുന്നേറ്റു. അവളുടെ മുഖത്ത് പ്രകടമായ നെട്ടൽ അയാൾ തിരിച്ചറിഞ്ഞു. എന്താ, കുഞ്ഞിൻ്റെ പനി കുറഞ്ഞു സുറുമി? അയാൾ സുറുമിയെ ഒന്ന് നോട്ടം കൊണ്ടൊഴിഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് കുനിഞ്ഞു വന്ന് അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. നിങ്ങൾ എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് വന്നത്? സുറുമി അയാൾക്ക് നേരെ ചൊടിച്ചു. നിനക്കും മോൾക്കും കാവലിരിക്കാൻ ആനും അയച്ചതാണ് എന്നെ. അയാൾ നേരത്തെ പറയാൻ കരുതി വെച്ചിരുന്ന കള്ളം തട്ടിവിട്ടു. സുറുമയും ആനുമയും തമ്മിലുള്ള ഫോൺ സംഭാഷണം കേട്ടപ്പോഴേ ഇങ്ങോട്ട് പുറപ്പെട്ടതാണ് അയാൾ. എങ്ങനെയെങ്കിലും സുറുമിയെ തൻ്റെ വശത്താക്കി എടുക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ അയാൾ തയ്യാറാണ്. ആരും സഹായിക്കാനില്ലാതെ സുറുമി കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ തനിച്ചു നിൽക്കുമ്പോൾ താൻ മാത്രം അവളെ പരിഗണിച്ചാൽ, അവൾക്കൊരു സഹായിയായി കൂടെ നിന്നാൽ, ആ മനസ്സിൽ ചെറിയൊരു സ്ഥാനമെങ്കിലും തനിക്ക് കിട്ടിയാൽ അതിൽ പിടിച്ചങ്ങ് കയറാമായിരുന്നു. അയാളുടെ വക്രബുദ്ധിയിൽ മുളച്ചു പൊന്തിയ ഐഡിയയായിരുന്നു അത്. നിങ്ങൾ പൊയ്ക്കോളൂ, എനിക്കേ നിങ്ങളെ സഹായം ആവശ്യമില്ല. അത് പറയുമ്പോൾ കോപത്തിൻ്റെ കാഠിന്യം കൊണ്ട് സുറുമിയുടെ മൂക്കിൻ തുമ്പ് പോലും വിറച്ചു. സക്കീറിൻ്റെ കണ്ണുകൾ ഒരു മാത്ര അവളിൽ തന്നെ കുരുങ്ങിക്കിടന്നു. സുറുമി, നീയാണ് പെണ്ണ്. നിന്നെ വെച്ച് നോക്കുമ്പോൾ വീട്ടിലുള്ള എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ജന്തു വെറും ശവമാണ്. കട്ടിൽ കാണുമ്പോഴേക്കും ഭർത്താവിനെ മറന്ന് ചത്തുറങ്ങുന്ന വെറും ശവം. സൗന്ദര്യമില്ല, ഭർത്താവിനെ സന്തോഷിപ്പിക്കാനുള്ള കഴിവ് ഒട്ടുമില്ല അവൾക്ക്. ശരിക്കും നീയാണ് പെണ്ണ്. അയാൾ പുച്ഛത്തോടെ ലബീബായി ഓർത്തു. അങ്ങനെ അങ്ങ് പറയല്ലേ മോളൂസേ, നീ എന്തിനാ ഈ ഇക്കാനെ അകറ്റി നിർത്തുന്നത്? ഞാൻ നിനക്കൊരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ. അയാൾ കുഞ്ഞു ഉറങ്ങുന്ന ബെഡിലേക്ക് ഇരുന്നു. സുറുമി അയാളെ തുറിച്ചു നോക്കി. നീ ഇവിടെ ഇരിക്ക്, നമുക്കേ സമാധാനമായി സംസാരിക്കാം. അയാൾ അവളുടെ കയ്യിൽ പിടിച്ചതും സുറുമി ബലമായി അയാളുടെ കൈ കുടഞ്ഞെറിഞ്ഞു. നിങ്ങൾ ഇവിടുന്ന് പോണം, അല്ലേലേ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. സുറുമി അപ്പുറത്തുള്ള ബെഡുകളിലുള്ള ആളുകളെ നോക്കി പറഞ്ഞു. സക്കീറിൻ്റെ ചുണ്ടിലെ ചിരി പതിയെ വറ്റി. ഞാനൊന്ന് പറഞ്ഞോട്ടെ സുറുമി, എന്നിൽ നിന്ന് എനിക്കൊരു ഉപദ്രവം ഉണ്ടാവില്ല. പകരം ഞാൻ എനിക്ക് സ്നേഹം നൽകും. മാഹിറിൽ നിന്ന് നീ ആഗ്രഹിച്ചതൊന്നും നിനക്ക് കിട്ടിയിട്ടില്ലല്ലോ. അവനിൽ നിന്ന് കിട്ടാതെ പോയതൊക്കെ ഇക്ക നിനക്ക് തരും. നമ്മൾ തമ്മിൽ ഉള്ള അടുപ്പം ഒരു ഉറുമ്പ് പോലും അറിയാനും പോകുന്നില്ല. ഈ സഹകരിക്കണം, നിനക്ക് നേട്ടമേ ഉണ്ടാവുള്ളൂ. അയാൾ വിശദീകരിച്ചു. എണീക്കടോ. സുറുമി മൂർച്ചയോടെ മുരണ്ടു. സക്കീർ അവളെ നോക്കി ആ ദേഷ്യം പോലും ആസ്വദിച്ച് ഗൂഢമായി ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. ഡോ, തന്നോടാണ് എണീക്കാൻ പറഞ്ഞത്. താൻ പോയി ഈ പറഞ്ഞ സ്നേഹവും നേട്ടവുമൊക്കെ തൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്ക്, അല്ലാതെ അനിയൻ്റെ ഭാര്യയായ എനിക്കല്ല. സുറുമി പല്ല് കടിച്ചു. സക്കീർ പകതെറിഞ്ഞ മുഖത്തോടെ കട്ടിലിൽ നിന്നും ഉയർന്നു. നേരെയായി വഴിക്ക് നീ അടുക്കുന്നില്ലെങ്കിൽ നിന്നെ എൻ്റെ വഴിക്ക് കൊണ്ടുവരേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിയാടേ മോളെ. അയാൾ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ മുഖത്ത് നിന്ന് നോട്ടം മാറ്റി അയാൾ കാണുന്നത് അവിടേക്ക് വരുന്ന ആദിലിനെയാണ്. അവനെ കണ്ടതും സക്കീറിൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. ആദിൽ അവനെ കണ്ടെന്ന് മനസ്സിലായതും സക്കീർ ചുണ്ടിലൊരു ചിരി വരുത്തി തീർത്തു. ഹാ, സക്കീർക്ക ഇവിടെ ഉണ്ടായിരുന്നോ? ആദിൽ ചിരിയോടെ തിരക്കി. ഞാനിപ്പോൾ വന്നേയുള്ളൂ. സുറുമയും മോളും ഇവിടെ ഉണ്ടെന്ന് ഉമ്മ പറഞ്ഞപ്പോൾ വന്നതാ. പോകുക, കടയിലേ ആ ചെറുക്കൻ ഒറ്റയ്ക്കുള്ളൂ. തിരക്കുള്ള സമയമാണ്. അയാൾ അവൻ്റെ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാനായി കയ്യിലെ വാച്ചിലേക്ക് നോക്കി. ഇക്ക പോയിക്കോ, ഇവരെ ഞാൻ കൊണ്ടുവന്ന് വീട്ടിലാക്കിക്കോളാം. ആദിൽ പറഞ്ഞതും സക്കീർ സുറുമിയൊന്ന് നോക്കി. ഇക്ക പോവട്ടെ സുറുമി, കുഞ്ഞിനെ ശ്രദ്ധിക്കണം മോളെ. വിനയം പുരട്ടിയ അയാളുടെ വാക്കുകൾ സുറുമി അറപ്പോടെയാണ് കേട്ടുനിന്നത്. ആളുകളുടെ മുമ്പിൽ എന്തൊരു മാന്യൻ. പുറത്തേക്കിറങ്ങിയ സക്കീർ കുറുക്കൻ്റെ കൗശലത്തോടെ തിരിഞ്ഞു നോക്കി. സുറുമയും ആദിലും തന്നെ നോക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അയാൾ അവരറിയാതെ അവരടുത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തിയിരുന്നു. ഡ്രിപ്പ് തീർന്നതും സുറുമയും കുഞ്ഞും ആദിലിൻ്റെ കൂടെ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നിറങ്ങുമ്പോൾ അവരെ കാത്തുന്ന പോലെ ആനുമ്മ ഉമ്മറത്ത് തന്നെ കല്ലിച്ചൊരു മുഖഭാവമായി ഇരിപ്പുണ്ടായിരുന്നു. ആദിൽ അവരെ നോക്കിയൊന്ന് ചിരിച്ചെങ്കിലും ആ സ്ത്രീ അവനെ പാടെ പുച്ഛിച്ചുകൊണ്ട് ചിരിയൊന്ന് കോട്ടിക്കളഞ്ഞിരുന്നു. എത്രയായി? സുറുമി ഓട്ടോയിൽ നിന്നും ഇറങ്ങി കുഞ്ഞിനെ തോളിൽ ഇട്ടുകൊണ്ട് ബാഗ് തുറന്നു. ഒന്നും വേണ്ട.
ആദിൽ പുഞ്ചിരിച്ചു. അത് പറ്റില്ല, മീറ്റർ ചാർജ് എത്രയാണെങ്കിലും പറഞ്ഞോളൂ. എൻ്റെ കയ്യിലെ ക്യാഷ് തികയുമോ എന്ന ആശങ്കയുണ്ടെങ്കിലും സുറുമി മടിക്കാതെ പറഞ്ഞു. അത് വേണ്ടെന്നേ, മാഹിറിൻ്റെ മോള് എൻ്റെയും മോളെപ്പോലെ തന്നെയാണ്. മുൻപ് ഞാൻ പണിയൊന്നുമില്ലാതെ ചുറ്റിത്തിരിഞ്ഞ സമയത്ത് അവൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പെങ്ങന്മാരുടെ വിവാഹം നടത്താനും പുരപ്പണിക്കും എല്ലാം. എന്തിനെ, ഈ ഓട്ടോ വാങ്ങിയതിന് പിന്നിലും അവൻ്റെ വിയർപ്പുണ്ട്. അതിനൊക്കെ പകരമായി ചെറിയൊരു സഹായമെങ്കിലും ചെയ്യാനൊരു അവസരം കിട്ടിയത് ഇന്നാണ്. ആദ്യം സുറുമി നീട്ടിയ പൈസ വാങ്ങാതെ ഓട്ടോ തിരിച്ച് പോകാനൊരുങ്ങി. അവൻ്റെ ഓട്ടോ ഗേറ്റ് കടന്നു പോയതും സുറുമി വീട്ടിലേക്ക് നടന്നു. ആ നിമിഷം തൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൻ്റെ വലിപ്പത്തെക്കുറിച്ച് മാത്രമാണ് സുറുമി ചിന്തിച്ചത്. എത്ര പേരാണ് ആ മനുഷ്യനെ കുറിച്ച് മതിപ്പോടെ പറയുന്നത്. അവനെ ഓർത്തതും അവൾ പോലും അറിയാതെ ഒരു ചെറുചിരി അവളുടെ അതിരങ്ങളിൽ മുട്ടിട്ടു. ഹോ, എന്താണ് പതിവില്ലാത്തൊരു കളിയും ചിരിയൊക്കെ? പാവൻ്റെ ചെറുക്കനെ ഇത് വല്ലതും അറിയുന്നുണ്ടോ? അവൻ്റെ ചെലവിൽ തിന്ന് കൊഴുത്ത് കഴപ്പ് മൂത്ത് കണ്ടവന്മാരുടെ കൂടെയൊക്കെ നിരങ്ങി നടക്കുകയാണെന്ന് ആനുമ്മ പറഞ്ഞതും അകത്തേക്ക് കയറാൻ തുടങ്ങിയ സുറുമിയുടെ കാലുകൾ പിടിച്ചു കിട്ടിയതുപോലെ നിന്നു. എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ അയാളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത് കേട്ടോ. വാവിട്ട് പറഞ്ഞ വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് ഓർമ്മ വേണം. സുറുമി കുഞ്ഞിനെ ഒതുക്കി പിടിച്ച് ഒരു താക്കീത് പോലെ അവരെ തുറച്ചു നോക്കി. അയാളോ? നിന്റെ മറ്റവനെന്ന് പറയടി. പെണ്ണും പിടയ്ക്കൊന്നും ഇല്ലാതെ നടക്കുന്ന ആ ചെറുക്കൻ്റെ കൂടെ നാട് തിരങ്ങാൻ പോയതല്ലേ നീ? ഇതൊക്കെ എൻ്റെ ചെറുക്കൻ്റെ കാതിലെത്തുന്നതോടെ തീർന്നോളൂടി നിൻ്റെ നെകളിപ്പ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കിയാലും എൻ്റെ ഭർത്താവിന് എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ട്, വ്യക്തമായിട്ടുള്ള. എത്ര മൂത്താലും ഹറാമായ കനിയൊന്നും ഈ സുറുമി തേടിപ്പോവില്ലെന്ന് മറ്റൊരുക്കാളും നന്നായി അദ്ദേഹത്തിനറിയാം. സുറുമി വീറോടെ അവർക്കുള്ള മറുപടി കൊടുത്ത് വെട്ടിത്തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയതും ലബീബ പുച്ഛം നിറച്ചൊരു ചിരിയോടെ അവളുടെ വഴിമുടക്കി നിന്നിരുന്നു. എന്നാലും സുറുമിയെ, എന്തൊരു ക്രൂര മനസ്സാടി നിൻ്റേത്. നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ പാവം മാഹിറിനെ വഞ്ചിക്കുന്നത് ശരിയാണോടി? നിനക്കും നിൻ്റെ കുഞ്ഞിനും വേണ്ടിയല്ലേ അവനെ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ആനുമ്മ പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞു തന്നെ കുത്തി നോവിക്കാൻ വന്നതാണ് ലബീബ എന്ന് മനസ്സിലാക്കിയതും സുറുമി അവരെ നോക്കി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. ആഹാ, മറ്റുള്ളവരെ കാര്യം ഓർത്തെങ്കിലും വേവലാതിപ്പെടുന്ന നേരെ ഈ പറഞ്ഞതൊക്കെ വെച്ച് സ്വന്തം ഭർത്താവിനെ ഒന്ന് ഉപദേശിക്കുന്നത് നന്നായിരിക്കും. പരിഹാസം നിറച്ചൊരു ചിരിയോടെ പറഞ്ഞും ലബീബയും കടന്ന് സുറുമി റൂമിലേക്ക് പോയിരുന്നു. സുറുമി പോയിട്ടും അവൾ പറഞ്ഞിട്ട് പോയ വാക്കുകളുടെ പൊരുൾ തേടി ലബീബ ഹാളിൽ തന്നെ നിന്നു. എന്താടി ഇടതട്ടിയതുപോലെ നിന്ന് ആലോചിക്കുന്നത്? ഇതിന് മാത്രം ആലോചിക്കാൻ എന്തിരിക്കുന്നു? വീട്ടിലേക്ക് കയറി വന്ന സിക്കീർ ചോദിച്ചതും ലബീബ സുറുമി പറഞ്ഞ കാര്യം അയാളോട് പറഞ്ഞു. സുറുമിയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന മുൾമുനകൾ സക്കീറിൻ്റെ നെഞ്ചിൽ തന്നെ തറച്ചു. അവൻ്റെ മുഖം പെട്ടെന്ന് വിവരണമായെങ്കിലും അയാൾ പ്രസരിപ്പ് വീണ്ടെടുത്തതുപോലെ ലബീബയെ നോക്കി. അവൾക്ക് അസൂയാടി. നീയൊക്കെ ഭർത്താക്കന്മാരുടെ കൂടെ സുഖിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ തോന്നുന്ന അസൂയ. അതുകൊണ്ടാ അവൾ നിൻ്റെ മനസ്സിലും കരിനീൽ വീഴ്ത്താൻ ശ്രമിക്കുന്നത്. നീ എന്നെ സംശയിച്ചു തുടങ്ങിയാലേ നമുക്കിടയിൽ സമാധാനം നഷ്ടപ്പെടൂലേ? നമ്മൾ തമ്മിൽ വഴക്കായാൽ അവൾക്കത് കണ്ട് സന്തോഷിക്കുകയും ചെയ്യാം. ഇതൊക്കെ കേട്ട് തല പൊയ്ക്കുന്ന നീയൊരു തിരുമണ്ടി. അയാൾ വായും പൊളിച്ചു നിൽക്കുന്ന ലബീബയുടെ തലയിൽ ചിരിയോടെ എന്ന് തട്ടി. അവൾ ആള് ശരിയില്ല ലബി. എന്നെ കാണുമ്പോഴുമുണ്ട് അവൾക്കൊരു കാക്ക നോട്ടവും കൊഞ്ചിക്കൊഴിഞ്ഞുള്ള സംസാരവും. അവളെ പറഞ്ഞിട്ടും കാര്യമില്ല. കെട്ടിയവനെ അവളെക്കുറിച്ചൊരു ചിന്തയുമില്ലാതെ പണത്തിന് പുറകെ ഓടുകയല്ലേ? അയാൾ കൗശലത്തോടെ പറഞ്ഞു. ഓള് അത്തരക്കാരിയായിരുന്നോ? പൂച്ചയെപ്പോലെ നിന്നിട്ട് ഇതൊക്കെയാണോ അവളുടെ ഉള്ളരിപ്പ്? ലബീബ നെട്ടലോടെ ചോദിച്ചു. വെറുതെ ആനുമ്മ പറഞ്ഞത് ഏറ്റുപിടിച്ചെങ്കിലും സുറുമി അങ്ങനെയൊന്നും ചെയ്യുന്ന പെണ്ണല്ലെന്ന് ലബീബക്ക് അറിയാമായിരുന്നു. വെറുതെ അവളെ കുത്തി നോക്കുമ്പോഴുണ്ടാകുന്ന മനസ്സുഖം. ഗൾഫുകാരൻ ഇലാൻ മാഹിറിൻ്റെ ഭാര്യ പദവിയിൽ ഇരിക്കുന്നവളോട് കടുത്ത അസൂയ തന്നെയാണ് ലബീബ സുറുമിയെ വെറുക്കാനുള്ള കാരണം. ഭാര്യയെ നോക്കിയ സക്കീറിൻ്റെ അതിരങ്ങളിൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഗൂഢമായൊരു ചിരി നിറഞ്ഞിരുന്നു. നീ ഇനി ഇത് ഇവളോട് പോയി ചോദിക്കൊന്നും വേണ്ട. അവൾ എന്നെ നോക്കി വെള്ളം ഇറക്കത്തേയുള്ളൂ. നിന്നെപ്പോലൊരു അതിസുന്ദരിയായ ഭാര്യ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തായാലും അവൾ പ്രലോഭനങ്ങളിലൊന്നും വീഴാൻ പോകുന്നില്ല ലബീബ. ഞാൻ അവളെ നോക്കുക പോലുമില്ല. മരണം വരെ എനിക്കെൻ്റെ ലബിമോളെ മാത്രം മതി. ലബീബയുടെ കവിളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞ് സക്കീർ. അതവൾക്ക് നന്നായി സുഖിച്ചിട്ടുമുണ്ട്. എൻ്റെ ഇക്ക എന്തൊരു പാവാണ്. നിങ്ങൾ ഭർത്താവായി കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. ലബീബ ഒന്ന് ഉയർന്നു വന്ന് അയാളുടെ കവിളിൽ സ്നേഹത്തോടെ അതിരങ്ങൾ ചേർത്ത് വെച്ചു. ശവം, ഇതുപോലൊരു ആന മണ്ടിയാണല്ലോ എനിക്ക് കിട്ടിയത്. ഒരു കണക്കിന് നോക്കിയാൽ അതും നല്ലതാ. എന്ത് കള്ളം പറഞ്ഞാലും വെള്ളം തൊടാതെ വിഴുങ്ങിക്കോളും.
അവൾ പോരും സക്കീർ കൈ ഉയർത്തി വലത് കൈ അറപ്പോടെ അമർത്തി തുടച്ചു. പിന്നെ ഒരു ദീർഘനിശ്വാസത്തോടെ അടഞ്ഞു കിടക്കുന്ന സുറുമിയുടെ മുറിയിലെ വാതിലിന് നേരെയെന്ന് നോക്കി. നിന്നെ ഞാൻ എടുത്തോളാം മോളെ. ഒടുക്കം നീ എൻ്റെ കാൽച്ചുവട്ടിലേക്ക് തന്നെ വരും. അയാളുടെ ചുണ്ടുകൾ പകയോടെ മന്ത്രിച്ചു. മൊബൈൽ ഫോൺ എടുത്ത് അയാൾ സോഫയിലേക്കിരുന്നു. നേരത്തെ സുറുമയിലും ആദിലും അറിയാതെ പകർത്തിയ ചിത്രങ്ങൾ പുതിയ നമ്പറിൽ നിന്ന് മാഹിറിൻ്റെ ഫോണിലേക്ക് അയച്ചു. അതിലേക്ക് നോക്കി ക്രൂരമായൊരു ആനന്ദത്തോടെ അയാൾ ചിരിച്ചു. കുഞ്ഞിനെ കഞ്ഞി കുടിപ്പിച്ച് മരുന്ന് എടുത്തു കൊടുത്തതിന് ശേഷമാണ് സുറുമി ഫോൺ എടുത്തു നോക്കുന്നത്. മാഹിർ നേരത്തെ തൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെന്ന് കണ്ടതും അവൾക്ക് വല്ലാത്ത നിരാശ തോന്നി. എവിടെ പോകുന്നുണ്ടെങ്കിലും ആളോട് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. ഇതിപ്പോൾ കുഞ്ഞിൻ്റെ അവശതയും ആ കൂടെ ആനിമ്മയുടെ കടുത്ത വാക്കുകളും. ഇറങ്ങാൻ നേരം മാഹിറിനൊരു മെസ്സേജ് അയച്ചിടാൻ പോലും മറന്നുപോയിരുന്നു എന്നതായിരുന്നു സത്യം. അല്ലെങ്കിലും അവനിൽ നിന്ന് മറുപടിയൊന്നുമില്ലെങ്കിലും സുറുമി അവനോട് പറയുമായിരുന്നു. ഫോൺ കൊണ്ടുപോയിരുന്നെങ്കിൽ വിളിച്ചപ്പോൾ എനിക്ക് ഇക്കാൻ്റെ ശബ്ദമെങ്കിലും കേൾക്കാമായിരുന്നു. ഫോൺ എടുക്കാൻ മറന്ന നിമിഷത്തെ പഴിച്ചുകൊണ്ട് അവൾ വാട്സാപ്പ് തുറന്നു. ഇക്ക, മുത്തുമോൾക്ക് രാവിലെ ഉണർന്നപ്പോൾ തൊട്ട് നല്ല പനിയായിരുന്നു. ഞാൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഫോൺ എടുക്കാൻ മറന്നുപോയത് കൊണ്ടാണ് ഇക്ക വിളിച്ചപ്പോൾ എടുക്കാതിരിക്കാൻ കഴിഞ്ഞത്. പിന്നെ ഇക്കാൻ്റെ കൂട്ടുകാരൻ ആദിലിൻ്റെ കൂടെയോട്ടെ ഞാൻ പോയത്. എന്ത് നല്ല സ്വഭാവമാണെന്നറിയോ അയാൾക്ക്. എനിക്കും കുഞ്ഞിനും മാസ്ക് വാങ്ങിത്തന്നതും പുറത്തേക്ക് എഴുതിയ മരുന്ന് വാങ്ങിത്തന്നതൊക്കെ ആദിലാണ്. ആദ്യം കുറച്ച് സങ്കടത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും ആദിലിൻ്റെ കാര്യം പറയുമ്പോൾ സുറുമി സന്തോഷവതിയായിരുന്നു. അറിയാത്ത നമ്പറിൽ നിന്നും തൻ്റെ ഫോണിലേക്ക് വന്ന ഫോട്ടോ തുറന്നു നോക്കിയ മാഹിർ പകച്ചുപോയി. ആനമ്മ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു ആക്കി മാറ്റിയിരുന്നു സക്കീർ ആ ചിത്രങ്ങൾ. ഒരുപാട് നാളുകളായി പരിചയമുള്ളവരെ പോലെ ചിരിയോടെ സംസാരിച്ചു നിൽക്കുന്നുണ്ട് സുറുമയും ആദിലും. ഭാര്യയെ ഒരുപാട് വിശ്വാസമുള്ള ഭർത്താവിന് പോലും സംശയം തോന്നിപ്പോവും. മാഹിറിൻ്റെ ഉള്ളിലും സംശയത്തിൻ്റെ കരട് വീണു. അവൻ ആ നിമിഷം എന്തിനെന്നറിയാതെ ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. നിമിഷനേരം കൊണ്ടാണ് അവൻ്റെ കണ്ണുകൾ കലങ്ങി ചുവന്നത്. ആ നിമിഷം തന്നെ സുറുമയെ വിളിച്ച് സത്യം എന്താണെന്ന് ചോദിച്ചറിയാമെന്ന് തോന്നി. പക്ഷേ അവളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ, ആദിലിനോട് അവൾക്ക് അനാവശ്യമായി ഒരു അടുപ്പവുമില്ലെങ്കിൽ, ഒരു നിമിഷത്തേക്കെങ്കിലും അവളെ സംശയിച്ചു പോയ തന്നോട് അവൾക്ക് വെറുപ്പ് തോന്നില്ലേ? അത് വേണ്ട. സത്യം എന്താണെന്ന് അന്വേഷിച്ചറിയും വരെ താനൊന്നും അറിഞ്ഞിട്ടില്ല. സുറുമയോട് ഇക്കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ തുറന്നു ചോദിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി മാഹിറിന്. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ഈ ഫോട്ടോ എവിടെ നിന്ന് കിട്ടി? തനിക്ക് ഈ ചിത്രം അയച്ചു തന്ന നമ്പറിലേക്ക് അയക്കുമ്പോൾ മാഹിറിൻ്റെ വിരൽത്തുമ്പുകൾ വിറകൊണ്ടു. ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഭാര്യയെയും ഇയാളെയും ഒരുമിച്ച് കണ്ടപ്പോൾ അത് നിങ്ങളെയെന്ന് അറിയിക്കണമെന്ന് തോന്നി. പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോണിലേക്ക് മറുപടി വന്നു. ഒരു പെണ്ണ് ഒരു പുരുഷനോട് ചിരിച്ച് സംസാരിക്കുമ്പോഴേക്കും അതിനെ അവിഹിതമെന്നും പേരിട്ട് വിളിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. എനിക്കെൻ്റെ ഭാര്യയായവളെ വിശ്വാസമാണ്. എൻ്റെ ഭാര്യയോടുള്ള സംശയം കുത്തിവെച്ച് ഒരു കുടുംബം തകർത്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? മാഹിർ തിരിച്ചു ചോദിച്ചു. ഭാര്യയോടുള്ള വിശ്വാസമൊക്കെ ആവാം സുഹൃത്തെ, പക്ഷേ വിശ്വാസവും സ്നേഹമൊന്നും അമിതമാവരുത്. കൊടുത്ത സ്നേഹവും വിശ്വാസവുമൊക്കെ അവരെ മുതലെടുത്തുവെന്ന് മനസ്സിലാവുമ്പോഴേക്കും എല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാവും. ഞാനൊരു കാര്യം വെറുതെ പറയാറില്ല. ഇവരുടെ പെരുമാറ്റത്തിൽ പന്തികേട് മണത്തത് കൊണ്ട് തന്നെയാണ് ഞാനിത് നിങ്ങളെ അറിയിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വിശദീകരണം തേടാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. മാഹിറിന് മെസ്സേജ് അയച്ചിട്ട് സക്കീർ ആ സിം കാർഡ് ഫോണിൽ നിന്നും ഊരി മാറ്റിയിരുന്നു. കടയിൽ വെറുതെ ഇരിക്കുമ്പോൾ കാമുകിമാരോട് സൊല്ലാൻ വേണ്ടി എടുത്ത സിം കാർഡ് കൊണ്ട് മറ്റൊരു ഉപകാരം കൂടി ഉണ്ടായല്ലോ എന്നോർത്ത് അയാൾ പുളകം കൊണ്ടു. ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്ന മാഹിറിൻ്റെ കണ്ണിൽ നിന്നും ചോരത്തുള്ളി അടർന്നു വീണു. ഇല്ല, എൻ്റെ സുറുമി എന്നെ മറക്കില്ല. അവൾക്ക് വേണ്ടിയല്ലേ ഞാനിവിടെ. ചങ്കു പൊട്ടുന്ന നോവോടെ അവൻ പുലമ്പി. അതേ നിമിഷം തന്നെയാണ് ഫോണിലേക്ക് സുറുമിയുടെ വോയിസ് മെസ്സേജ് വരുന്നത്. അവനത് ഓപ്പണാക്കാൻ മുമ്പ് റൂമിൻ്റെ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ടു. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. അസ്സലാമു അലൈക്കും.